ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിൽ കൊല്ലത്ത് പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ച് ഒരു അപകടമുണ്ടാവുകയും അതിനെ തുടർന്ന് കാലിന് പരിക്കേൽക്കുകയും ചെയ്ത മുഹമ്മദ് ഫൈസലാണ് നമുക്കൊപ്പമുള്ളത്. മുഹമ്മദ് ഫൈസൽ ഏറെ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് ആശുപത്രി വിടുകയാണ്. കൊച്ചിയിലെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലായിരുന്നു ചികിത്സയുണ്ടായത്. ഒരു വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ട് കാലിൻ്റെ. എന്തായാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഇപ്പോൾ മുഹമ്മദ് ഫൈസൽ ഡിസ്ചാർജ് ആവുകയാണ്. എന്താണ് ഇപ്പോൾ ഓക്കെ ആയോ? ഇപ്പോൾ ആദ്യം വന്നപ്പോൾ ഭയങ്കര ടെൻഷനും ഇതൊക്കെയായിരുന്നു. പിന്നെ ഡോക്ടർമാരൊക്കെ മോട്ടിവേഷൻ ചെയ്ത് ഓക്കെ. അന്ന് കൂട്ടുകാർക്കൊപ്പം ഈ മത്സരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അപ്പോഴാണല്ലേ സംഭവിച്ചത്? വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ പറ്റിയത്. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? എന്താണത്? അന്ന് കലോത്സവം കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് വന്നപ്പോൾ ഒരുത്തനെ മാറ്റിയിട്ട് അങ്ങോട്ട് കയറിയിരുന്നപ്പോൾ കാലിങ്ങനെ തട്ടി, പ്ലാറ്റ്ഫോമിൽ തട്ടി. എന്നിട്ട് പിന്നെ സാറുമാരൊക്കെ കൂടി ചെയിൻ വലിച്ച് നിർത്തി കൊണ്ടുപോയി ആംബുലൻസ് കയറ്റി ആശുപത്രിയിലാണ്. 10ാം ക്ലാസ്സിലാണ്, പരീക്ഷയടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് അധ്യാപകരും കൂട്ടുകാരും വീട്ടുകാരൊക്കെ തന്നെ കൂടെ ഉണ്ടല്ലേ? എല്ലാവരും കൂടെ ഉണ്ട്. ആദ്യം ഉമ്മ അന്ന് വലിയ ടെൻഷനായിട്ടുണ്ടാവുമല്ലേ? സ്വാഭാവികമായിട്ടും നല്ല ടെൻഷനായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. എങ്ങനെയാ ഇപ്പം ചികിത്സ കഴിഞ്ഞ് ഇപ്പം ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനിയുണ്ട്, സർജറി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയായിരുന്നു അന്ന് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അംഗങ്ങളാണ് അന്ന് സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ പോയി മടങ്ങി വരുന്നു. ഇങ്ങനൊരു അപ്രതീക്ഷിതമായ ഒരു അപകടമാണ് ഉണ്ടായതല്ലേ? അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഇതുപോലുള്ളൊരു കാര്യം കേൾക്കാനിടയായത്. ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ പറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് അവനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല നിലയൊക്കെ ഇപ്പോൾ സന്തോഷകരമായിട്ട് ഞങ്ങളൊന്ന് ഡിസ്ചാർജ് ആവുകയാണ്. എന്തായാലും തുടർന്ന് എല്ലാ കാര്യങ്ങൾക്കും സ്കൂൾ മാനേജ്മെൻറ്റ് അധ്യാപകരെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ഫൈസലിനോടൊപ്പം ഉണ്ടാകും. എന്തായാലും ഫൈസൽ പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിടുകയാണ്. ഇനി കൂടുതൽ കലോത്സവ വേദികളിൽ അതുപോലെ തന്നെ സ്കൂളിൽ ഒക്കെ തന്നെ സജീവമായി മുഹമ്മദ് ഫൈസൽ ഉണ്ടാകും. ഹണി തങ്കപ്പനൊപ്പം അർജുൻ മട്ടന്നൂർ, റിപ്പോർട്ടർ, കൊച്ചി.